ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചാട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചന ചാട്ട് അല്ലെങ്കിൽ കടല കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചാട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് കടല അളന്നിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയാണിത്. അതിനുശേഷം നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം നമ്മൾ ഒഴിക്കേണ്ട, അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കടലയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ബോളിലേക്ക് നമുക്കിത് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. കടല ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. ഇതുപോലെ ഇതുണ്ട്, ഈ പരുവമേ ആകാവുള്ളൂ. നമ്മൾ നെക്കിയാലൊന്ന് ഉടഞ്ഞു വരണം, അത്രേ ആകാവുള്ളൂ. വെന്ത് നമ്മൾ കുഴച്ചെടുക്കാൻ പാടില്ല. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബട്ടർ ചേർത്തിട്ടുള്ള ചാട്ടാണെന്ന് ഉണ്ടാക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ചെറു തീയിൽ വേണം നമ്മളിത് വെക്കാണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കായമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 2 പിഞ്ച് നമുക്ക് കായം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 1 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാള സോഫ്റ്റായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട്, 1/2 ടീസ്പൂൺ നമ്മുടെ സാധാരണ ഉപ്പ്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരല്പം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം ആ തക്കാളിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്, മസാലയൊക്കെ ഒന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല നമുക്ക് ചേർത്ത് കൊടുക്കാം. കടല ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം. കടലയിലേക്ക് നമ്മളുടെ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ്, ഞാനിവിടെ 1 2 ഉരുളക്കിഴങ്ങ്, ചെറുതാണെങ്കിൽ 2 എടുക്കുക, വലുതാണെങ്കിൽ ഒരു വലിയ ഉരുളക്കിഴങ്ങാകും. അതൊന്ന് ഇങ്ങനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഡൈസായിട്ടൊന്ന് അരിഞ്ഞിട്ടുള്ളത് നമുക്ക് അരിഞ്ഞിട്ടുള്ളത് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. പുഴുങ്ങി വേണം, ബോയിൽ ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടത്തിൽ 1 തക്കാളിയും 1 സവോളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സ്പൂൺ ചാട്ട് മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇതിനകത്തേക്ക്. ഇനി നമുക്ക് ഒരു നാരങ്ങയുടെ മുഴുവൻ നീര് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 നാരങ്ങയുടെ നീര് മുഴുവനായിട്ടും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു ടാങ്കി ഫ്ലേവർ, നമുക്ക് ചാട്ടൊക്കെ എപ്പോഴും ഒരു ടാങ്കി ഫ്ലേവർ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചാട്ടിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാനിപ്പോൾ ഇത് ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഇവിടെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.